കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതികൾ കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും ഇൻക്യുബേഷൻ പ്രവർത്തനങ്ങൾക്കുമായി കേരള സർക്കാരിന്റെ കേന്ദ്ര ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭകത്വ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹൈടെക്നോളജിയെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും പരിസ്ഥിതിയും സൃഷ്ടിക്കാനുമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രാഥമികമായി സ്ഥാപിതമായത്. സംസ്ഥാന സർക്കാരിന്റെ സംരംഭകത്വ വികസന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും മറ്റു ഇൻക്യുബേറ്ററുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. വിദ്യാർത്ഥികൾ, ഫാക്കൽറ്റികൾ, പ്രാദേശിക സംരംഭകർ എന്നിവരാൽ വിജ്ഞാന അധിഷ്ഠിതവും സാങ്കേതികവിദ്യ അധിഷ്ഠിതവുമായ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണ വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും കേരള സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. സംരംഭകർക്കായി സാമ്പത്തിക സഹായങ്ങളും സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമുള്ള പേറ്റന്റ് സപ്പോർട്ട് സ്കീമുകളാണ് അതിലൊന്ന്. ഇന്ത്യൻ പേറ്റന്റിനുള്ള ചെലവ് 2 ലക്ഷം രൂപ വരെ തിരികെ കൊടുക്കുന്നുണ്ട്. അതേസമയം അന്താരാഷ്ട്ര പേറ്റന്റിനായി 10 ലക്ഷം രൂപയാണ് നൽകി വരുന്നത്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ പൂർണ്ണസമയ അക്കാദമിക് കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥിയായിരിക്കണം അപേക്ഷകൻ എന്ന വ്യവസ്ഥയുണ്ട്. ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽ ശുപാർശ ചെയ്ത അപേക്ഷ ഫയൽ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുടെ പേരിലായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലാണെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ടപ്പുകളായിരിക്കണം അപേക്ഷിക്കേണ്ടത്. സ്റ്റാർട്ടപ്പിന്റെ പേരിലായിരിക്കണം പേറ്റന്റ് ഫയൽ ചെയ്യേണ്ടത് എന്നും പേറ്റന്റ് ചെയ്ത സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് വാണിജ്യവൽക്കരിക്കണമെന്നും നിബന്ധനയുണ്ട്. നൂതനമായ ആശയങ്ങളെ മികച്ച സംരംഭങ്ങളാക്കി മാറ്റുന്നതിനായി സ്റ്റാർട്ടപ്പുകളെയും സംരംഭകരെയും പ്രാപ്തരാക്കുന്നതിനായി ഇന്നൊവേഷൻ ഗ്രാന്റ് നൽകി വരുന്നുണ്ട്. 3 തലങ്ങളിലായാണ് ഗ്രാന്റ് അനുവദിക്കുന്നത്. ആശയത്തിന്റെ ആദ്യ മാതൃക വികസിപ്പിച്ചെടുക്കുന്നതിന് 2 ലക്ഷം രൂപ വരെയാണ് ഗ്രാന്റ് അനുവദിക്കുന്നത്. ആദ്യ മാതൃക വികസിപ്പിച്ചെടുക്കുന്നതിന് പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾക്ക് കഴിയാറില്ല, അതല്ലെങ്കിൽ താമസം നേരിടാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനാണ് 2 ലക്ഷം രൂപ വരെ ഗ്രാന്റ് നൽകുന്നത്. ആശയത്തെ മാതൃകയായി വികസിപ്പിച്ചെടുക്കുമെങ്കിലും പിന്നീട് ഈ മാതൃക വാണിജ്യവൽക്കരിക്കുന്നതിൽ കാലതാമസം നേരിടാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് 5 ലക്ഷം രൂപ വരെയാണ് ഗ്രാന്റ് നൽകുന്നത്. വാണിജ്യവൽക്കരിച്ച മാതൃകയെ വിപണിയിലെത്തിക്കുക അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത വെല്ലുവിളി. ഇതിനായി 5 ലക്ഷം രൂപയുടെ ഗ്രാന്റും സ്റ്റാർട്ടപ്പ് മിഷൻ നൽകിപ്പോരുന്നു. സീഡ് ഫണ്ട് പദ്ധതി ഉത്പന്നം വികസിപ്പിക്കുന്നതിനും പരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും വിപണിയെ പരീക്ഷിക്കാനും ഉപഭോക്താക്കളെ കണ്ടെത്താനും സീഡ് ഫണ്ട് നൽകുന്നുണ്ട്. വായ്പയായിട്ടാണ് സീഡ് ഫണ്ട് നൽകി വരുന്നത്. പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് സീഡ് ഫണ്ടായി നൽകുന്നത്. 9% വാർഷിക പലിശയാണ് സീഡ് ഫണ്ടിന് നൽകേണ്ടി വരിക. തിരിച്ചടവിൽ മുടക്കം വരുത്താതെയും കുടിശ്ശിക ഇല്ലാതെയും വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് 3% പലിശയിളവ് ലഭിക്കും. മാസ അടവുകളായാണ് വായ്പ തിരിച്ചടയ്ക്കേണ്ടത്. 5 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് 24 മാസവും 10 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് 36 മാസവുമാണ് തിരിച്ചടവ് കാലാവധി. 12 മാസം മൊറട്ടോറിയവും നൽകുന്നുണ്ട്. ഇതിനായി ഈട് നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വർക്കുകളും പ്രൊജക്ടുകളും ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് പ്രവർത്തന മൂലധനമായിട്ടാണ് സോഫ്റ്റ് ലോൺ വനിതാ സ്റ്റാർട്ടപ്പുകൾക്ക് അനുവദിക്കുക. വനിതാ സംരംഭങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ ഭൂരിഭാഗം ഷെയറുകൾ ഉണ്ടായിരിക്കണമെന്നും സ്റ്റാർട്ടപ്പിന്റെ വികസനത്തിന് സജീവമായിരിക്കണമെന്നും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ ആയിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ഉപഭോക്താവ് സർക്കാരോ പൊതുമേഖലാ സ്ഥാപനമോ ആയിരിക്കണം. പർച്ചേസ് ഓർഡറിന് ആനുപാതികമായിട്ടാണ് വായ്പ അനുവദിക്കുക. പർച്ചേസ് ഓർഡറിന്റെ 80% ഘട്ടം ഘട്ടമായി ലഭിക്കും. 15 ലക്ഷമാണ് പരമാവധി വായ്പാ തുക. പലിശ 6% പ്രൊജക്ട് പൂർത്തീകരിക്കുന്ന സമയം അല്ലെങ്കിൽ 1 വർഷം ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്തിനുള്ളിൽ വായ്പാ തുക തിരിച്ചടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. ഓൺലൈനായി അപേക്ഷ നൽകാം.